ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് നോക്കാം. സെക്കൻഡറി മെമ്മറി. നമ്മൾ പ്രൈമറി മെമ്മറിയുടെ കേസിൽ പറഞ്ഞു, കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മറി സ്റ്റോർ ചെയ്യുന്ന ആളാണ് പ്രൈമറി മെമ്മറി, അല്ലെ? ഇനി സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഈ സെക്കൻഡറി മെമ്മറിനെ നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി എന്നും കൂടെ പറയാറുണ്ട്. പ്രൈമറി മെമ്മറിനെ ഇന്റേണൽ മെമ്മറി എന്നാണല്ലോ അല്ലെ പറയുന്നത്. സെക്കൻഡറി മെമ്മറിനെ നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി എന്നും കൂടെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ ഈ സെക്കൻഡറി മെമ്മറീസിന് നമ്മൾ എക്സ്റ്റേണലി കമ്പ്യൂട്ടറിന് കൊടുക്കുന്നവരാണ്. ഓക്കെ, അതായത് ഇതിന് സ്റ്റോറേജ് ഡിവൈസ് എന്നും നമുക്ക് പറയാൻ പറ്റും. അതായത് കമ്പ്യൂട്ടറിന്റെ അകത്ത് മെമ്മറി ഉണ്ട്, അതാണ് പ്രൈമറി മെമ്മറി. അതല്ലാതെ നമുക്ക് കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസുകളെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറീസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറീസ് എന്ന് പറയാം. എക്സ്റ്റേണൽ മെമ്മറിക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? അതെ, ആഡ് ഓൺ ചെയ്യുന്നത് കറക്റ്റ് ആണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? യെസ് ഹരിത, CD കറക്റ്റ് ആണ്. പെൻഡ്രൈവ്, മാഗ്നറ്റിക് ഡിസ്ക്, ഫ്ലോപ്പി, USB. യെസ്, ഇതെല്ലാം സെക്കൻഡറി മെമ്മറീസ് ആയി. ഇപ്പൊ USB ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹാർഡ് ഡിസ്ക്, USB ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് എന്തിനാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്? നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് കമ്പ്യൂട്ടറിന് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന സ്റ്റോറേജ് ഡിവൈസുകളാണ് ഈ ഒരു സെക്കൻഡറി മെമ്മറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് എന്താ പറയാ, കമ്പ്യൂട്ടറിന്റെ ഓപ്പറേഷനുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. നമ്മൾ എക്സ്റ്റേണലി അതിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് സെക്കൻഡറി മെമ്മറീസ്. ഗൂഗിൾ ഡ്രൈവ് സെക്കൻഡറിയിൽ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ടേക്ക്? എന്താണ്, ഗൂഗിൾ ഡ്രൈവ് വരുമോ? സെക്കൻഡറി മെമ്മറി ആയിട്ട് വരുമോ? അത് എക്സ്റ്റേണൽ ആണോ? അല്ല, അല്ല അല്ലെ. ഗൂഗിൾ ഡ്രൈവ് ഒക്കെ നമ്മൾ അല്ലാതെ നമ്മുടെ ഇന്റേണൽ മെമ്മറി ആയിട്ട് തന്നെ വരുന്ന ഒന്നാണ് അല്ലെ. യെസ്, അപ്പോ യെസ്, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന മെമ്മറീസ് ആണ് കേട്ടോ. നമ്മൾ ഈ പെൻഡ്രൈവ് പോലെയുള്ള മെമ്മറീസിനെയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി ഇസ് എ നോൺ വോളറ്റൈൽ സ്റ്റോറേജ് യൂസ്ഡ് ഫോർ ലോങ് ടേം ഡേറ്റ റിട്ടൻഷൻ. അപ്പൊ ബേസിക്കലി നമ്മൾ സെക്കൻഡറി മെമ്മറീസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലോങ് ടേം ആയിട്ടുള്ള ഡാറ്റ റിട്ടൻഷന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി മെമ്മറീസ് നമ്മൾ യൂസ്. ഓക്കെ, സോ സെക്കൻഡറി മെമ്മറീസ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ലോങ് ടേം ഡേറ്റ റിട്ടൻഷന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് പെർമനന്റ് ആയിട്ടും ലോങ് ടേം ആയിട്ടും ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി മെമ്മറീസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അറിയാലോ, നോൺ വോളറ്റൈൽ ആണ് അല്ലെ. കാരണം കമ്പ്യൂട്ടറിന്റെ പവർ ഓഫ് ആയി കഴിഞ്ഞാലും അതുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന മെമ്മറീസ് ആയതുകൊണ്ട് തന്നെ അത് നോൺ വോളറ്റൈൽ ആണ്. കമ്പ്യൂട്ടറിന്റെ പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ സെക്കൻഡറി മെമ്മറീസ് ആർ ഓൾസോ നോൺ വോളറ്റൈൽ മെമ്മറീസ്. ഇനി സ്പീഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ജനറലി സ്ലോവർ ആക്സസ് ടൈംസ് കമ്പയർ ടു പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആക്സസ് ടൈം കുറവാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും ഈ സെക്കൻഡറി മെമ്മറിയിൽ ഇപ്പം പുതിയതായിട്ട് വരുന്ന SSDs കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അതിൽ അത്യാവശ്യം ഫാസ്റ്റർ സ്റ്റോറേജ് ടെക്നോളജികളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ കപ്പാസിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാർജർ കപ്പാസിറ്റി കമ്പയർ ടു പ്രൈമറി ആൻഡ് റോം മെമ്മറി. പ്രൈമറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും വലിയൊരു മെറിറ്റ് എന്താണ്? ലാർജർ കപ്പാസിറ്റി ഉണ്ടാവും. അതായത് നമുക്ക് എത്ര സ്റ്റോറേജ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെക്കൻഡറി മെമ്മറി ഡിവൈസുകൾ ഉണ്ട് അല്ലെ. സോ കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. റേഞ്ചിങ് ഫ്രം ജിഗാബൈറ്റ്സ് ടു ടെറാബൈറ്റ്സ് ഓർ ഈവൻ മോർ. അതായത് നമുക്ക് എത്ര ഡേറ്റാസ് ആണോ സ്റ്റോർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ള ഒരുപാട് സ്റ്റോറേജ് ഡിവൈസുകൾ അവൈലബിൾ ആണ് എന്നുള്ളത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ HDD, SSD ഇതെല്ലാം സ്റ്റോറേജ് ഡിവൈസുകളുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡറി മെമ്മറി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ ടൈപ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി നോക്കാം. കപ്പാസിറ്റി കൂടുതലാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. സ്റ്റോറേജ് കപ്പാസിറ്റി സെക്കൻഡറി മെമ്മറിക്ക് കൂടുതലാണ് കമ്പയറിംഗ് ടു പ്രൈമറി മെമ്മറി. കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രൈമറി മെമ്മറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡാറ്റ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഒരുപാട് പേര് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും കേട്ടോ.
ഓക്കെ, സോ ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറീസ് നോക്കാം. അതിൽ ഒന്നാമനായിട്ട് വരുന്നതാണ് മാഗ്നറ്റിക് ടേപ്പ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പഴയ എന്താ പറയാ നമ്മുടെ കാസറ്റ് ഒക്കെ നമുക്ക് എന്തിൽ പറയാം, മാഗ്നറ്റിക് ടേപ്പിൽ പറയാൻ പറ്റും. പഴയ കാസറ്റ് ഉണ്ടല്ലോ, രണ്ട് ഫിലിമും കാര്യങ്ങളും റിംഗ് പോലെ ഉള്ള ആ ഒരു കാസറ്റ് ഉള്ള മാഗ്നറ്റിക് ടേപ്പിന്റെ അണ്ടറിൽ വരും. അതൊരു മെമ്മറി, സെക്കൻഡറി മെമ്മറി ആണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സീക്വൻഷ്യൽ സ്റ്റോറേജ് മീഡിയം. സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് മീഡിയ ആണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. ഇതിനെ സീക്വൻഷ്യൽ എന്നുള്ളത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ സീക്വൻസ് ആയിട്ടാണ് ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഒരുമിച്ചല്ല, പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. പാർട്ട് ബൈ പാർട്ട്. ഓക്കെ, മാഗ്നറ്റിക് ടേപ്പിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, പാർട്ട് ബൈ പാർട്ട് ആണ്, സീക്വൻഷ്യൽ ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇറ്റ് ഈസ് എ ലോങ് നാരോ സ്ട്രിപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഫിലിം വിത്ത് എ തിൻ മാഗ്നറ്റിക് കോട്ടിംഗ് ഓൺ ഇറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാഗ്നറ്റിക് റെക്കോർഡിംഗ്. അപ്പൊ ഈ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ കാസറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലെന്താണ്, ലോങ് ആയിട്ടുള്ള ഒരു ഫിലിം ഉണ്ടാവും അല്ലെ, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിലിം ഉണ്ടാവും, വളരെ തിൻ ആൻഡ് ലോങ് ആയിട്ടുള്ള ഫിലിം ഉണ്ടാവും. ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഫിലിം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ഫിലിമിന്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് കോട്ടിംഗ് ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. അതുവഴിയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ കാസറ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അതിലിങ്ങനെ രണ്ട് ഫിലിംസ് കാണാറില്ലേ, ആ ഫിലിം വളരെ തിൻ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിലിമാണ്. അതിന്റെ മേലൊരു മാഗ്നറ്റിക് കോട്ടിംഗ് ഉണ്ടാവും. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു ടൈപ്പ് ആയിട്ട് പറയാനുള്ളത് ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ്. ഒപ്റ്റിക്കൽ ഡിസ്ക് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, CD, DVDs, ബ്ലൂറേ ഡിസ്ക്, ഇതെല്ലാം ഒപ്റ്റിക്കൽ ഡിസ്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി എന്താന്ന് വെച്ചാൽ ലേസർ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒപ്റ്റിക്കൽ ഡിസ്കിൽ ലേസർ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ CD ആയാലും DVD ആയാലും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആ CD ഒക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് എന്താ പറയാ, മൂവീസും മ്യൂസിക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി CD, DVD ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. യൂസേജ് പർപ്പസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇവിടെ ലേസർ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ ഈ CD, DVD, ബ്ലൂറേ ഡിസ്കിലൊക്കെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ആരാണ് അറിയോ? ഏതിനാണ് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത്? ആർക്കെങ്കിലും അറിയോ? CD, DVD, ബ്ലൂറേ ഡിസ്കിലൊക്കെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ഏതിനാണ്? DVD ആണോ? അല്ല, ബ്ലൂറേ ആണ് അല്ലെ. യെസ് യെസ്, ഒരുപാട് പേര് പറയുന്നുണ്ട് ബ്ലൂറേ ആണ്. ബ്ലൂറേ ആണ് നമുക്ക് കൂടുതൽ കപ്പാസിറ്റി വരുന്നത്. CD ഒക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എന്താ പറയാ, ഒരു 600 MB റേഞ്ചിലൊക്കെയാണ് CD വരുന്നത്. ആ ഒരു കപ്പാസിറ്റി റേഞ്ചിലാണ് CD-യുടെ ഇത് വരുന്നത്. DVD, ബ്ലൂറേ ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ കൂടുതൽ കപ്പാസിറ്റി നമുക്ക് കിട്ടും. ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. CD എന്താ പറയാ, ഒരു 600 MB ആ ഒരു ഏരിയയിലാണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത്. DVD-യിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ GB കിട്ടുന്നുണ്ട്, 4.7 GB ഒക്കെ നമുക്ക് കിട്ടും. ബ്ലൂറേയിലേക്ക് വരുമ്പോൾ ഒരു 50 GB-യോളം അവിടെ കപ്പാസിറ്റി വരുന്നുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, CD 700 MB ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. യെസ്, ഇത്രയും ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൂട്ടത്തിൽ ഏറ്റവും കുറവ് കപ്പാസിറ്റി CD-ക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് DVD വരുന്നത്, പിന്നെ ബ്ലൂറേ. ഇനി അടുത്ത സെക്കൻഡറി മെമ്മറിയുടെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് USB ഫ്ലാഷ് ഡ്രൈവ്സ് ആണ്. USB ഫ്ലാഷ് ഡ്രൈവ്സ് ആണ്. USB ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പെൻ ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ USB ഫ്ലാഷ് ഡ്രൈവ് യൂസ് ഫ്ലാഷ് മെമ്മറി. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറി ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ ചിപ്പിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത്രയും മനസ്സിലാക്കി വെക്കുക, ചിപ്പിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ടെക്നോളജി ഡിഫറൻസ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടോ. അപ്പൊ മാഗ്നറ്റിക് ടേപ്പിലാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. ഒപ്റ്റിക്കൽ ഡിസ്കിലാണെങ്കിൽ ലേസർ ടെക്നോളജി ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. USB ഫ്ലാഷ് ഡ്രൈവിലാണെങ്കിൽ ഫ്ലാഷ് മെമ്മറി ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി. പിന്നെ USB ഫ്ലാഷ് ഡ്രൈവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പോർട്ടബിൾ ആണ്. നമുക്ക്
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോർട്ട് ചെയ്യാനൊക്കെ ഈസിയാണ്, കൊണ്ട് നടക്കാൻ ഈസിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ചുകൂടി കൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാനായിട്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. മാഗ്നറ്റിക് ടേപ്പിന്റെ വർക്കിംഗ് ഒന്നുകൂടെ പറയുന്നുണ്ട്. അതിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാസറ്റ് നിങ്ങളൊന്ന് ആലോചിക്കാം. ഒന്നാമതായിട്ട് നോട്ട് ചെയ്യേണ്ടത്, അതിൽ ഒരുമിച്ചൊരു ഡാറ്റ സ്റ്റോർ ചെയ്യില്ല, ഇങ്ങനെ സീക്വൻസ് ആയിട്ട്, അതായത് പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ, അതിനൊരു പ്ലാസ്റ്റിക് ഫിലിം ഉണ്ട്, വളരെ ലോങ് ആൻഡ് തിൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഫിലിം ഉണ്ട്. അതിന്റെ മേലൊരു മാഗ്നറ്റിക് കോട്ടിംഗ് ഉണ്ടായിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത്. പോർട്ടബിൾ മീൻസ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നത്, അതായത് നമുക്ക് മറ്റൊരു പ്ലേസിലേക്ക് അതിനെ മൂവ് ചെയ്യാൻ ഈസിയാണ് എന്നുള്ളതാണ്. നമുക്ക് പെൻഡ്രൈവ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാമല്ലോ. ഫ്ലാഷ് ഡ്രൈവിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ USB ഒക്കെ പറഞ്ഞത്. പെൻഡ്രൈവ്, USB, അതൊക്കെ USB ഫ്ലാഷ് ഡ്രൈവിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ആണ് HDD, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയും. HDD എക്സ്പാൻഷനും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് HDD എന്നുള്ളതാണ്. ഓക്കെ, ഇതില് HDD എന്ന് പറയുന്നതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? HDDക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, അറിയോ? HDDക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഈ നമുക്ക് ചില സമയം എക്സാമിന് രണ്ടും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. HDD എന്നുള്ളതും വരാറുണ്ട്, വേറൊരു പേരും കൂടെ ഉണ്ട്. പ്ലാറ്റർ അല്ല, പ്ലാറ്റർ അതിന്റെ ഒരു പാർട്ടാണ്. ഫ്ലോപ്പി ഡിസ്ക് അല്ല. എന്താണ് HDD? ഓക്കെ, HDD മാഗ്നറ്റിക് ഡിസ്ക് എന്നും പറയാറുണ്ട്. യെസ് ഹരിത, കറക്റ്റ് ആണ്. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയാറുണ്ട്. ചില സമയം ക്വസ്റ്റ്യൻസിൽ മാഗ്നറ്റിക് ഡിസ്ക് എന്നാണ് കേട്ടോ കാണാറുള്ളത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, ഇത് മാഗ്നറ്റിക് ടേപ്പ് ആണോ എന്നുള്ളത്. രണ്ടും ഡിഫറെന്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ടേപ്പ് നമ്മുടെ കാസറ്റ് ആണ്, മാഗ്നറ്റിക് ഡിസ്ക് ആണ് HDD ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ HDDയുടെ പാർട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ കഴിഞ്ഞ ഓഫ്ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള OMR എക്സാം അല്ലായിരുന്നു, അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു HDD റിലേറ്റഡ് ആയിട്ടുള്ള. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ HDDയിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്ന് എന്താന്ന് വെച്ചാൽ, ഈ ഇമേജ് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഇന്നർ പാർട്ടാണ്, ഉള്ളിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്ലാറ്റർ എന്നുള്ളത്. ഇതാണ് പ്ലാറ്റർ എന്ന് പറയുന്നത്. ഈ CD പോലെ കാണുന്നില്ലേ ഇമേജിൽ, എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് പ്ലാറ്റർ. HD ഫുൾ ഫോം എന്താന്ന് ചോദിച്ചാൽ, ഇത് അവിടെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആണ് HDD ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഈ CD പോലെയുള്ളതാണ് പ്ലാറ്റർ. ഇനി ഇവിടെ കാണുന്നുണ്ടോ ഒരു നീഡില് പോലുള്ള ഒരു സംഭവം, ഇതിനാണ് ആക്ച്വേറ്റർ ആം എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വേറ്റർ ആം എന്ന് പറയും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നാവും. കഴിഞ്ഞ തവണ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആക്ച്വേറ്റർ ആം എന്ന് പറയും. ഓക്കെ, ഇതിന്റെ പാർട്ട് ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ എങ്ങനെയാണ് റെക്കോർഡിംഗ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പ്ലാറ്റർ ഉണ്ടല്ലോ CD പോലെയുള്ള, ഈ പ്ലാറ്ററിന്റെ മുകളിൽ മാഗ്നറ്റിക് കോട്ടിംഗ് ഉണ്ട്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡിസ്ക് എന്നും നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇതിനൊരു പ്ലാറ്റർ ഉണ്ട്, ഒരു ആക്ച്വേറ്റർ ആം ഉണ്ട്. ഈ പ്ലാറ്റർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ലാസ്റ്റ് വൺ ആണ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും. ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് HDDയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. HDDയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനെ പറയാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഫ്ലാഷ് മെമ്മറിയാണ്. നമ്മൾ നേരത്തെ എവിടെയാണ് ഫ്ലാഷ് മെമ്മറി പറഞ്ഞത്? USB ഫ്ലാഷ് ഡ്രൈവിലും ഫ്ലാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതേപോലെ തന്നെ SSDയിലും ഫ്ലാഷ് മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് മെമ്മറിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ചിപ്പിലാണ് എന്നുള്ളതാണ്. ഓക്കെ, Okay, so SSDs are more durable and energy efficient, but are typically more expensive per gigabyte. SSD എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ബട്ട് എന്താണ്, അത്യാവശ്യം നല്ല എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡറി മെമ്മറി ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. ഇപ്പോ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഡാറ്റ ലോങ് ടേം ആയിട്ട് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണലി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന മെമ്മറീസ് ആണ് സെക്കൻഡറി മെമ്മറീസ് എന്ന് പറയുന്നത്. അത് നോൺ വോളറ്റൈൽ ആണ്, പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ
യെസ്, SSD ഒന്നുകൂടെ പറയാം. കപ്പാസിറ്റി പറയുകയാണെങ്കിൽ അതിന് ലാർജർ കപ്പാസിറ്റി ഉണ്ട് വെൻ കമ്പയർ ടു പ്രൈമറി മെമ്മറി. അതിന്റെ കുറച്ച് ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ആണ്. ഒന്നാമതായിട്ട് മാഗ്നറ്റിക് ടേപ്പ് പറഞ്ഞു. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാസറ്റ് ആണ്. അതിൽ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് മാഗ്നറ്റിക്കലി ആണ് ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത്. പിന്നെ നമ്മൾ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മുടെ CD, DVDs, ബ്ലൂറേസ് ഒക്കെ വരും. അവിടെ ലേസർ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് USB ഫ്ലാഷ് ഡ്രൈവ് ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പെൻ ഡ്രൈവ്സ്, USBs ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. അവിടെ ഫ്ലാഷ് മെമ്മറിയിലാണ് ഡാറ്റ സ്റ്റോറേജ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് HDD ആണ്. HDD-നെ നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് എന്നും പറയാറുണ്ട്. അവിടെ ആ ഒരു പ്ലാറ്റർ കറങ്ങുന്ന സമയത്താണ് ഡേറ്റ സ്റ്റോറേജ് നടക്കുന്നത്. മാഗ്നറ്റിക് റെക്കോർഡിംഗ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി SSD ആണ് വരുന്നത്. SSD എന്ന് പറയുന്നത് HDD-യുടെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ്. അവിടെയും ഫ്ലാഷ് മെമ്മറി ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ എനർജി എഫിഷ്യന്റും കുറച്ചും കൂടെ എക്സ്പെൻസീവും ആയിട്ടുള്ള ഒന്നാണ് SSD എന്നുള്ളതും നമുക്ക് പറയാം. ഓക്കെ, സോ ഇനി നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മെമ്മറി ആണ്. നമ്മൾ പറഞ്ഞു ബേസിക്കലി നമുക്ക് രണ്ട് ടൈപ്പ് ആണ് വരുന്നത്, പ്രൈമറിയും സെക്കൻഡറിയും. മൂന്നാമനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. ഈ ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറിയിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഇതിന്റെ ഒരു മെയിൻ ഫങ്ഷനിങ് എന്താണെന്ന് വെച്ചാൽ, ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറി ബേസിക്കലി എന്തിനാണെന്ന് വെച്ചാൽ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെമ്മറി ഡിവൈസുകളാണ്, മെമ്മറി സിസ്റ്റം ആണ് ക്യാഷ് മെമ്മറി ആൻഡ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് CPU റിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. CPU റിലേറ്റഡ് ആണ് എന്നുള്ളത്. അതായത് CPU-ന്റെ എഫിഷ്യൻസി കൂട്ടുക, CPU നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് എയിം ആയിട്ട് വരുന്നത്. ഓക്കെ, സോ CPU റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറീസ് ആണ് ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറി എന്നുള്ളത് മനസ്സിലാക്കുക. ക്യാഷ് മെമ്മറി ഓപ്പറേറ്റ്സ് ആസ് എ ബഫർ ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ മെയിൻ മെമ്മറി. ഓക്കെ, അപ്പൊ ക്യാഷ് മെമ്മറി എവിടാണ് വർക്ക് ചെയ്യുന്നത്? CPU-ന്റെയും മെയിൻ മെമ്മറിന്റെയും ഇടയിലായിട്ടാണ് ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. CPU-ന്റെയും മെയിൻ മെമ്മറിന്റെയും ഇടയിലായിട്ടാണ് ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. വൈൽ രജിസ്റ്റർ മെമ്മറി ഇസ് പാർട്ട് ഓഫ് ദ CPU itself. അപ്പം അതിലുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ രജിസ്റ്റർ മെമ്മറി CPU-യുടെ ഒരു പാർട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. രജിസ്റ്റർ മെമ്മറിയും ക്യാഷ് മെമ്മറിയും രണ്ടും CPU റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെമ്മറീസ് ആണ്. CPU-ന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെമ്മറീസ് ആണ്. അതിൽ രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് CPU-യുടെ ഒരു പാർട്ട് തന്നെയാണ്. ഓക്കെ, CPU-ന്റെ ഒരു പാർട്ട് തന്നെയാണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് CPU-ന്റെയും മെയിൻ മെമ്മറിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണോ? നമ്മുടെ മെമ്മറീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലോ ചാർട്ടും കൂടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 3 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫാസ്റ്റർ ആക്സസിന്റെ കാര്യം നമ്മൾ ആ ഫ്ലോ ചാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ലാസ്റ്റ് പാർട്ട് ഒന്നുകൂടെ പറയോ എന്നുള്ളത് ചോദ്യം. എല്ലാം കൂടെ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ എന്തായാലും കൺഫ്യൂഷൻ ആവും. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയാൽ ഇതെല്ലാം സിമ്പിൾ ആണ് കേട്ടോ. ഒരുമിച്ച് കേൾക്കുന്നതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. ഓക്കെ, ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറി ഒന്നുകൂടെ പറയാം. ഇത്രയും മനസ്സിലാക്കുക. ഇതിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് മെമ്മറീസും CPU റിലേറ്റഡ് ആയിട്ട് വരുന്ന മെമ്മറീസ് ആണ്. അതിൽ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് CPU-ന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള മെമ്മറി ആണെങ്കിൽ, രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് CPU-ന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു മെമ്മറി ആണെങ്കിൽ, ക്യാഷ് മെമ്മറി CPU-ന്റെയും മെയിൻ മെമ്മറിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറി ആണ്. ഇതിന്റെ രണ്ടിന്റെയും മെയിൻ ഒബ്ജക്റ്റീവ് CPU-ന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത് ആണ് എന്നും മനസ്സിലാക്കും. മാഗ്നറ്റിക് ടേപ്പും മാഗ്നറ്റിക് ഡിസ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, മാഗ്നറ്റിക് ടേപ്പ് നമ്മുടെ കാസറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്ത് വന്നിട്ടുള്ള കാസറ്റ് ഇല്ല, അതിന് അത്ര കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതിന്റെ കപ്പാസിറ്റിക്ക് ഒരുപാട് കൂടും. ക്യാഷ് മെമ്മറി മൊബൈൽ ആപ്ലിക്കേഷനിൽ ഡിലീറ്റ് ആക്കിയാൽ അത് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങളൊരു അഭിപ്രായം എന്താണ്? സാധാരണ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യാറുണ്ട് അല്ലെ? ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? വാട്ട് ഡു യു തിങ്ക്? യെസ്, ഒരുപാട് പേര് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട്. അതെ, ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ? അതിനാണ് നമ്മൾ ക്യാഷ് മെമ്മറി ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണാറുണ്ട്, നിങ്ങൾക്ക് അറിയാലോ.
അപ്പോ ഇതില് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത് ആ ഒരു ഓർഡർ ആണ്. എങ്ങനെയാണ്, ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത്, ഏതിനാണ് കൂടുതൽ കോസ്റ്റ് വരുന്നത്, ഏതിന്റെ സൈസ് ആണ് കൂടുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഒന്നാമതായിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോന്നിനെയും നോക്കാം. മേലെ രജിസ്റ്റർ ആണ്, പിന്നെ ക്യാഷ് മെമ്മറി വരുന്നുണ്ട്, മെയിൻ മെമ്മറി നമ്മുടെ പ്രൈമറി മെമ്മറി ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ആരൊക്കെ വരും, നമ്മുടെ റാം പോലെയുള്ള റാം റോം അതെല്ലാം മെയിൻ മെമ്മറിയിൽ വരും. പിന്നെ SSD വരുന്നുണ്ട്. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് HDD ആണ് അല്ലെ, SSD HDD വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഡിസ്ക് നമ്മുടെ CD DVDs ആണ്. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കാസറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഒരു ഓർഡർ. ഇനി ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യം നോട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മള് ബോട്ടം ടു ടോപ്പ് പോകുമ്പോൾ, അതായത് ഡൗൺ ടു അപ്പ്, താഴേന്ന് മേലോട്ടേക്ക് പോകുന്ന സമയത്ത് സ്പീഡ് കൂടും. ഇവിടെ കാണുന്നില്ലേ, സ്പീഡ് കൂടുന്നുണ്ട്. സ്പീഡ് കൂടുക എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ടേപ്പിന് സ്പീഡ് കുറവാണല്ലോ. അത് കുറെ മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അല്ലെ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. അതിന്റെ സ്പീഡ് കുറവാണ്. പക്ഷെ നമ്മൾ മേലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂടി വരുന്നുണ്ട്. രജിസ്റ്ററിനൊക്കെ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട്. CPU റിലേറ്റഡ് ആണ് ക്യാഷ് രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, CPU ആണ് നമ്മുടെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ടാസ്ക് പെർഫോം ചെയ്ത് തരണമെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ CPUലാണ് ഉള്ളത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുന്ന ആളാണ് CPU അല്ലെ. അതുകൊണ്ട് തന്നെ ക്യാഷ് ആൻഡ് രജിസ്റ്റർ മെമ്മറി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അത് അത്രയും ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇന്റർകണക്റ്റഡ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ താഴേന്ന് മേലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂടും എന്നുള്ള ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഫ്ലോ ചാർട്ടിൽ USB ഡ്രൈവ് ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ USB ഡ്രൈവ് എന്നൊക്കെ പറയുന്നത് ഈ മാഗ്നറ്റിക് ടേപ്പ് ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ താഴേന്ന് മേലോട്ട് പോകുന്ന സമയത്ത് സ്പീഡ് കൂടും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റും കൂടുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്നത് ഹൈ കോസ്റ്റും എക്സ്പെൻസീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്യാഷ് മെമ്മറി രജിസ്റ്റർ മെമ്മറി ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ. ഫ്ലോ ചാർട്ടിൽ മാഗ്നറ്റിക് ടേപ്പ് എഴുതിയത് ഏതാണ് എന്ന് പറയാമോ? ഞാനിവിടെ മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കാസറ്റ്, നമ്മുടെ രണ്ട് എന്താ പറയാ പ്ലാസ്റ്റിക് ഫിലിമും ഒക്കെ വരുന്ന ആ ഒരു കാസറ്റിനെയാണ് മാഗ്നറ്റിക് ടേപ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറൊന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ മേലെന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് സൈസ് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സൈസ് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രജിസ്റ്റർ കഴിഞ്ഞിട്ടാണ് ക്യാഷ് മെമ്മറി വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ മെമ്മറി വരുന്നത്, പിന്നാണ് SSD, പിന്നെ HDD, പിന്നെ CD DVD അതായത് ഒപ്റ്റിക്കൽ ഡിസ്കുകൾ, പിന്നാണ് മാഗ്നറ്റിക് ടേപ്പ് വരുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അതെ, സൈസ് കൂടാണ് എന്നുള്ളതാണ് പറഞ്ഞത്. സൈസ് ഇൻക്രീസിങ് ആണ് എന്നുള്ളതാണ്. ഞാൻ മാറിപ്പോയിട്ടുണ്ടോ പറഞ്ഞത്? മേലെന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് സൈസ് കൂടും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോറി, പറഞ്ഞത് മാറിയിട്ടുണ്ടാവും തോന്നുന്നു. സൈസ് കൂടും എന്നുള്ളതാണ്. അതാണ് ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെയാണല്ലോ പോകുന്നത്, ഒരു പിരമിഡ് പോലാണ് പോകുന്നത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ രജിസ്റ്റർ അത്രയും ചെറുതാണ്, അതിന്റെ താഴത്തേക്ക് വരുന്ന സമയത്ത് സൈസ് കൂടി വരാണല്ലോ അല്ലെ. ഓക്കെ, സോ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മള് ബോട്ടം ടു ടോപ്പ് പോകുന്ന സമയത്ത് സ്പീഡ് കൂടും. അതായത് മാഗ്നറ്റിക് ടേപ്പിന് സ്പീഡ് കുറവാണ്, രജിസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് വരുന്നത്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്പിന് കോസ്റ്റ് കുറവാണ്, രജിസ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത്. ഇനി താഴത്തേക്ക് വരുന്ന സമയത്ത് സൈസ് കൂടി വരും എന്നുള്ളതാണ്. പിരമിഡ് പോലെ കൂടി വരും. രജിസ്റ്ററിനാണ് ഏറ്റവും കുറവ് സൈസ് ഉള്ളതെങ്കിൽ മാഗ്നറ്റിക് ടേപ്പിനാണ് കൂടുതൽ സൈസ് വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ മെമ്മറി ക്ലിയർ ആണല്ലോ അല്ലെ. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ, പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ കഴിഞ്ഞ ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ബ്രേക്ക് വേണോ? നമ്മുടെ ക്ലാസ് ഇന്ന് 9 മണി വരെ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് പറയാം. ഡി സി. ഓക്കെ, ഒരുപാട് പേര് സി പറയുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. Which of the following statements A to C are correct about a hard disk drive used as a storage device in a computer? Okay, എന്താണ് ക്വസ്റ്റ്യൻ?
HDD-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. സി യെസ്, നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? HDD ഹാസ് നോ മൂവിംഗ് പാർട്സ്. അതിൽ മൂവിംഗ് പാർട്ട് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് തെറ്റാണോ ശരിയാണോ? HDD-യിൽ മൂവിംഗ് പാർട്ട് ഉണ്ടോ? യെസ്, മൂവിംഗ് പാർട്ട് ഉണ്ടല്ലേ. ആ ഒരു പ്ലാറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക്കലി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. യെസ്, കറക്റ്റ് ആണ്. അപ്പം ഈ ഒരു സെൻസ് റോങ് അല്ലേ? ഇതിൽ നോ മൂവിംഗ് പാർട്സ് എന്നാണ് പറയുന്നത്. ഇത് തെറ്റാണ്. ഇനി അടുത്തത് ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. HDD നോൺ വോളറ്റൈൽ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ വോളറ്റൈൽ എന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. HDD എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെമ്മറി ആണ്. എല്ലാ സെക്കൻഡറി മെമ്മറീസും നോൺ വോളറ്റൈൽ ആണ്. കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത എന്താണ്? ഇറ്റ് യൂസസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ടു സ്റ്റോർ ഡേറ്റ. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബി ആൻഡ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. പെട്ടെന്ന് അയച്ചു നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ OMR എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പെട്ടെന്ന് വായിച്ചു നോക്കാം. അഗൈൻ നമ്മുടെ സെക്കൻഡറി മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് കമ്പ്യൂട്ടർ മെമ്മറീസ് ആർ കറക്റ്റ്? താഴെ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെല്ലാമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. ഒരുപാട് പേര് ഡി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ആരും പറയുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഓക്കെ യെസ്. ഓക്കെ, അപ്പം ഇതില് എന്താണ് എ പറയുന്നത്? HDDs മേ എക്സ്പീരിയൻസ് എ ഹെഡ് ക്രാഷ്. HDD ഹെഡ് ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇത് കറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ HDD-യിൽ നമ്മൾ പറഞ്ഞല്ലോ, അതിന് ഒരു പ്ലാറ്റർ ഉണ്ട് അല്ലെ. ഒരു പ്ലാറ്റർ ഉണ്ട്, പിന്നെ ഒരു ആക്ച്വേറ്റർ ആം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അതിൽ അല്ലെ. എന്നിട്ട് ഈ പ്ലാറ്റർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഹെഡ് ക്രാഷ് എന്താണെന്ന് വെച്ചാൽ ഈ ആക്ച്വേറ്റർ ആം ഉണ്ടല്ലോ ഇവിടെ കാണുന്നത്, ഇതിന്റെ ടിപ്പാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടിപ്പ് ഉണ്ടല്ലോ അതാണ് ഹെഡ്. ഈ ഹെഡും പ്ലാറ്ററും തമ്മിൽ ടച്ച് ചെയ്യും ചില സമയം. എന്തെങ്കിലും, അതായത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കാരണോ അല്ലെങ്കിൽ പൊടി എന്തെങ്കിലും കുടുങ്ങിയാൽ, അങ്ങനെ പല റീസൺസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ഹെഡും പ്ലാറ്ററും തമ്മിൽ ടച്ച് ചെയ്യും. അതിനെയാണ് ഹെഡ് ക്രാഷ് എന്ന് പറയുന്നത്. ഈ ഹെഡ് ക്രാഷ് ആയി കഴിഞ്ഞാൽ പിന്നെ സാധനം ഡെഡ് ആവും, പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ HDD-യിൽ ഹെഡ് ക്രാഷ് വരാനുള്ള സാധ്യത ഉണ്ട്. എന്താണ്? ഈ ഒരു ആക്ച്വേറ്റർ ആമിന്റെ ഹെഡും പ്ലാറ്ററും തമ്മിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ക്രാഷ് ഉണ്ടാവും. അത് ഡെഡ് ആയി പോവും എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? SSDs ആർ ഓൾസോ നോൺ ആസ് വോളറ്റൈൽ മെമ്മറി. SSD വോളറ്റൈൽ മെമ്മറി ആണോ? അല്ലല്ലേ, ഒരു സംശയവും. SSD സെക്കൻഡറി മെമ്മറി ആണ്. ഇത് തെറ്റാണ്. അടുത്തത് എന്താണ്? HDDs do not have any moving parts. HDD-യിൽ മൂവിംഗ് പാർട്ട് ഉണ്ട്. അതും തെറ്റാണ്. ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? ഒരുപാട് പേര് ഡി പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് യൂഷ്വലി ഹാവ് മോർ പ്രൈമറി മെമ്മറി ദാൻ സെക്കൻഡറി മെമ്മറി. അതിലെന്താ പറയുന്നത്? കമ്പ്യൂട്ടറിന് സാധാരണ പ്രൈമറി മെമ്മറിയിനെക്കാളും കൂടുതൽ, സെക്കൻഡറി മെമ്മറിയിനെക്കാളും കൂടുതൽ പ്രൈമറി മെമ്മറിയാണ് ഉണ്ടാവാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് പേര് ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് റോങ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് സെക്കൻഡറി മെമ്മറിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് കുറെ ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. നമ്മളിപ്പോ തന്നെ ഡിസ്കസ് ചെയ്തതിൽ മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, SSD ഉണ്ട്, HDD ഉണ്ട്, പെൻഡ്രൈവ് ഉണ്ട്, CD ഉണ്ട്, DVD ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്റ്റേണൽ മെമ്മറി ഡിവൈസുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. അതിൽ നമുക്ക് ആരൊക്കെയുള്ളൂ? നമ്മുടെ റോമും റാമും അതേപോലെയുള്ള പ്രൈമറി മെമ്മറീസ് മാത്രമേ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി പെട്ടെന്ന് നോക്കാം.
പെട്ടെന്ന് വായിച്ചു നോക്കുക കേട്ടോ. പെട്ടെന്ന് വായിച്ചു നോക്കുക. ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഫ്ലോ ചാർട്ടിന്റെ താഴേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് കോസ്റ്റും ആക്സസ് ടൈമും വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ബി സി ഡി എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. അപ്പോ ഈ ഒരു മെമ്മറി ഹെറാർക്കി ഡയഗ്രാമിൽ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ ആദ്യം വരുന്നത് കോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, താഴേന്ന് മേലോട്ട് പോകുന്ന സമയത്ത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. താഴേന്ന് മേലോട്ട് പോകുന്ന സമയത്ത് കോസ്റ്റ് കൂടും എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മേലേന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് കോസ്റ്റ് കുറയും. ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ് ആണോ വരാ? ഏതാണ് വരാ? അതെ, കോസ്റ്റ് പെർ ബിറ്റ് ഡിക്രീസ് ചെയ്യും. കാരണം മേലേന്ന് താഴത്തേക്ക് പോകുന്ന സമയത്ത് കോസ്റ്റ് കൂടാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് കുറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ് വരുന്നത്. ഇനി അടുത്തത് ആക്സസ് ടൈം ആണ് വരുന്നത്. ആക്സസ് ടൈം കൂടാണോ കുറയാണോ ചെയ്യുക? ആക്സസ് ടൈം കൂടാണോ കുറയാണോ ചെയ്യുന്നത്? ഓക്കെ, യെസ്. അല്ല, അത് ലാപ്പ് ഒന്ന് പെന്ന് വർക്ക് ചെയ്യാതെ. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞത്? താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം കോസ്റ്റ് കുറയും അല്ലെ. കോസ്റ്റ് കുറയും എന്നുള്ളത് അറിയാം. ആക്സസ് ടൈം എന്താ ചെയ്യുന്നത്? ആക്സസ് ടൈം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ആക്സസ് ടൈം കൂടും എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഡിക്രീസിങ് കോസ്റ്റ് പെർ ബിറ്റ് ആൻഡ് ഇൻക്രീസിങ് ആക്സസ് ടൈം ആണ് വരുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ആക്സസ് ടൈം എന്ന് പറഞ്ഞാല് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ മേലേന്ന് താഴത്തേക്ക് വരുന്ന സമയത്ത് ആക്സസ് ടൈം കൂടും എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് എന്താന്നുള്ളത് നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ് പറയുന്നത്? ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. RAM is internal memory and its access time is slower than that of cache memory. ഓക്കെ, അതെന്താണ് അതിന്റെ അവസ്ഥ? റാം എന്ന് പറയുന്നത് ഇന്റേണൽ മെമ്മറി ആണോ? ആണല്ലേ. റാം എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ മെമ്മറി ആണ്, പ്രൈമറി മെമ്മറി ആണ്. അത് കറക്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ആക്സസ് ടൈം ഇസ് സ്ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിനെക്കാളും അതിന്റെ ആക്സസ് ടൈം സ്ലോ ആണോ എന്നുള്ളതാണ്. അതെന്താണ് അറിയോ? ക്യാഷ് മെമ്മറിനെക്കാളും സ്ലോ ആണോ വരുന്നത്? അല്ല അല്ലെ, കൂടുതലാണ് വരുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. യെസ്, കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് നോക്കാം. റോം ലൂസസ് ഇറ്റ്സ് ഡേറ്റ വെൻ ദ പവർ ഇസ് ടേൺഡ് ഓഫ്. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ റോമിന്റെ ഡാറ്റ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് കറക്റ്റ് അല്ല. കാരണം റോം എന്ന് പറയുന്നത് എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറി ആണ്. പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ് വരുന്നത്. ഓക്കെ, സ്ലൈറ്റ് ആയിട്ട് കൺഫ്യൂസിങ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതില് ചെറിയൊരു കറക്ഷൻ ഉണ്ട്.
ഓക്കെ, ചെറിയൊരു കറക്ഷൻ ഉണ്ട്, സോറി. നമ്മൾ റാം എന്ന് പറഞ്ഞല്ലോ, റാം ഒരു ഇന്റേണൽ മെമ്മറി ആണ് എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആക്സസ് ടൈം സ്ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്യാഷ് മെമ്മറി എന്നാണ് പറയുന്നത്. ക്യാഷ് മെമ്മറിനേക്കാളും കുറവാണ് അതിന്റെ ആക്സസ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാഷ് മെമ്മറിനേക്കാളും കുറവാണ് അതിന്റെ ആക്സസ് ടൈം എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അത് കറക്റ്റ് ആണ് വരാം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് കറക്റ്റ് ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. കാരണം ആക്സസ് ടൈം കുറവാണ് അവിടെ വരുന്നത്. ചെറുതായിട്ട് പറഞ്ഞതൊന്ന് മാറിപ്പോയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി അല്ലെ? യെസ്. സോ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, പേടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മിസ്സായി പോയതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഡിലേ ആക്കാനുള്ള ഒരു സമയം നമ്മുടെ കയ്യിലില്ല. ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, യെസ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ, ആക്സസ് ടൈമിന്റെ കാര്യത്തിലാണോ കൺഫ്യൂഷൻ ഉള്ളത്? ഇതില് ഇത്രയേ ഉള്ളൂ. അതെ, ഇതില് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതില് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ റാം ഒരു ഇന്റേണൽ മെമ്മറി ആണ് എന്നുള്ളതിൽ ആർക്കും പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ആക്സസ് ടൈം ഇസ് സ്ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിനെക്കാളും കുറവാണ് അതിന്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഈ റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ മെമ്മറി ആണ് അല്ലെ? മെയിൻ മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. ഈ മെയിൻ മെമ്മറിയുടെ ആക്സസ് ടൈം ക്യാഷ് മെമ്മറിനെക്കാട്ടും സ്ലോ ആണ് എന്നുള്ളത് കറക്റ്റ് ആണ് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, 9:15 ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു 9:05 ആകുമ്പത്തിനേക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ. അതെ, ചാർട്ട് എല്ലാരും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അതിലെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എവിടുന്ന് എങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡേറ്റാസ് മാറുന്നത് എന്നുള്ളത് ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ മെമ്മറി ആണ്. അത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്. ടോപ്പിക് സിമ്പിൾ ആണ്, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ PYQs നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആക്സസ് ടൈം റിലേറ്റഡ് ആയിട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു ഫ്ലോ ചാർട്ട് വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മീൻ ടൈം ഫ്ലോ ചാർട്ട് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വരാം. കഴിഞ്ഞ സെഷനിൽ എടുത്തിട്ടുള്ള ഓരോ മെമ്മറി ടൈപ്സും നല്ല രീതിയിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കി വരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. നോ വറീസ്. സോ എന്താണ് കമ്പ്യൂട്ടർ മെമ്മറി, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോ a computer network is a system in which multiple computers are connected to each other to share information and resources. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതൊരു കമ്പ്യൂട്ടർ ആണ്, ഇത് വേറൊരു സിസ്റ്റം ആണ്, ഇത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ്, ഇത് വേറൊന്നാണ്. ഇതിലിപ്പോ നമുക്കൊരു 5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഇത് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഇവർ തമ്മിൽ കണക്റ്റഡ് ആവുന്നത്? ഇൻഫർമേഷൻസും റിസോഴ്സസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് കണക്റ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. യെസ്, ലാൻ ആൻഡ് വാൻ ഒക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. The purpose of a computer network is to enable communication and collaboration between different users
ഡിവൈസസ് ഓർ സിസ്റ്റംസ്. അപ്പം ഇതിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഡിഫറെന്റ് ഡിവൈസുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള യൂസേഴ്സുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുക എന്നുള്ള എയിമോട് കൂടിയിട്ടാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വന്നിട്ടുള്ളത്. അറിയാലോ അല്ലെ? അതായത് എന്താ പറയാ, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടാവും, അതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം. ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഫിസിക്കൽ ആവാം, വയർലെസ് ആവാം, വെർച്വൽ ആവാം എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ്വർക്ക്സ് ഫിസിക്കൽ ആവാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ കണക്ഷൻസ് കേബിൾസ് യൂസ് ചെയ്തിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള കണക്ഷൻസ് ആണെങ്കിൽ നമുക്ക് അതിന് ഫിസിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. ഓക്കെ, കേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഫിസിക്കൽ കണക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി അടുത്തതായിട്ട് വരുന്നത് വയർലെസ് കണക്ഷൻ ഉണ്ട്. വയർലെസ് കണക്ഷന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വയർലെസ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതെ, ഹരിത വൈഫൈ ഒരു എക്സാമ്പിൾ ആണ്. ഗീതിക ഈസ് ഇന്റർനെറ്റ്, സുഹേല ലാപ്ടോപ്പ്. ഓക്കെ, കണക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? വൈഫൈ അതിനൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അതാണ് വയർലെസ് കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് വെർച്വൽ ആവാം. വെർച്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇന്റർനെറ്റ് ആണ്. ഓക്കെ, വെർച്വൽ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ഇപ്പൊ 3 ടൈപ്സ് ഓഫ് കണക്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഫിസിക്കൽ ആയിട്ട് നമ്മൾ കേബിൾസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാറുണ്ട്. വയർലെസ് എന്ന് പറയുമ്പോൾ വൈഫൈ, ഹോട്ട്സ്പോട്ട്, നമ്മുടെ ബ്ലൂടൂത്ത് പോലെയുള്ള കണക്ഷൻസ് ഒക്കെ യെസ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതെല്ലാം നമുക്ക് വയർലെസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റും. വെർച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി അവിടെ ഇന്റർനെറ്റ് ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നുമില്ല, രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അവർ തമ്മിൽ ഇൻഫർമേഷനും റിസോഴ്സസും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനി നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ആണ് കേട്ടോ. അതിന് മുന്നേ കുറച്ച് ടേംസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമനായിട്ട് നോഡ്. നോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നെറ്റ്വർക്ക്. ആ ഡിവൈസുകളെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു ഡയഗ്രാം കാണിച്ചല്ലോ. ഇപ്പൊ ഈ ഒരു 4 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഇതൊരു സിസ്റ്റം ആണ്, ഇതൊരു കമ്പ്യൂട്ടർ ആണ്, ഇതൊരു കമ്പ്യൂട്ടർ ആണ്, ഇതൊരു കമ്പ്യൂട്ടർ ആണ്. ഈ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിവൈസുകളെയാണ് നമ്മൾ നോഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പം ഈ ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ മാത്രമാണെന്നില്ല കേട്ടോ. കമ്പ്യൂട്ടർ അതായത് നമുക്ക് പ്രിന്റർ ആയിട്ട് കണക്റ്റഡ് ആവാം, നമ്മുടെ റൗട്ടർ അല്ലെങ്കിൽ മറ്റു സെർവേഴ്സ് ആയിട്ടുള്ള കണക്ഷനൊക്കെ നെറ്റ്വർക്കുകളാണ്. അപ്പം എന്താണോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഡിവൈസ് ആണ് നമ്മുടെ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടേം ലിങ്ക് ആണ്. ലിങ്ക്സ് എന്ന് പറയും. ഈ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പാത്വേസ് ആണ്. കമ്മ്യൂണിക്കേഷൻ പാത്വേസ് ആണ്. അതായത് ഈ ഒരു ഡയഗ്രാമിൽ നിങ്ങൾ കണ്ടല്ലോ, 4 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. അതായത് ഇത് കമ്പ്യൂട്ടർ എ ആണെങ്കിൽ ഇത് ബി ആണെന്ന് വിചാരിക്കാം. ഈ എയും ബിയും തമ്മിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പം ഇതാണ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പാത്വേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിങ്ക് എന്ന് പറയുന്നത്. അതായത് 2 കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാത്വേ ആണ് ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ പാത്വേ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ അത് എന്താവാം? കേബിൾസ് ആവാം, അതായത് ഫിസിക്കൽ ആവാം. അല്ലെങ്കിൽ അതെന്താവാം? വയർലെസ് ആവാം. അല്ലെങ്കിൽ വയർലെസ് മീൻസ് ബ്ലൂടൂത്ത്, വൈഫൈ, ഹോട്ട്സ്പോട്ട് പോലെയുള്ള ടെക്നോളജികൾ ആവാം. അല്ലെങ്കിൽ എന്താവാം? വെർച്വലിയും കണക്ഷൻ വരും. അപ്പൊ എങ്ങനെയാണോ അതിന്റെ കമ്മ്യൂണിക്കേഷൻ പാത്വേ വരുന്നത് അതാണ് ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ടോപ്പോളജിയാണ്. ടോപ്പോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് വേറെ തന്നെ അത് പഠിക്കാനുണ്ട്. നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പല രീതിയിലും നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അതിന്റെ ആ ഒരു സ്ട്രക്ചറും ലേഔട്ടും എങ്ങനെയാണോ, ഏത് ഫോർമാറ്റിലാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടോപ്പോളജീസ് ഉണ്ട്. സ്റ്റാർ ടോപ്പോളജി, ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? അപ്പം ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സിസ്റ്റത്തിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ലേഔട്ടിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു കമ്പ്യൂട്ടർ ആണ്, ഇത് വേറൊരു സിസ്റ്റം ആണ്.
ഞാൻ ജസ്റ്റ് ഈ രണ്ട് സിസ്റ്റം തമ്മിൽ കണക്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി ആണ് കേട്ടോ. പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഇതാണ് പോയിന്റ് ടു പോയിന്റ് ടോപ്പോളജി എന്ന് പറയും. അതിന്റെ സ്ട്രക്ചർ ഒരു സിംഗിൾ കണക്ഷൻ ആണ് അവിടെ വരുന്നത്. ഇനി സപ്പോസ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതേപോലെ ഒരു റിംഗ് ഫോർമാറ്റിൽ, അതായത് ഈ 4 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഒരു റിംഗ് ഫോർമാറ്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് റിംഗ് ടോപ്പോളജി. അപ്പോ ഏത് രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതിന്റെ ആ ലേ ഔട്ടിനെയാണ് നമ്മൾ ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. നമുക്ക് ഇന്ന് അതിനുള്ള ടൈം ഇല്ല. സോ ബേസിക്കലി നമുക്ക് 4 ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് വരുന്നത്. പാൻ, ലാൻ, മാൻ ആൻഡ് വാൻ. പാൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ ഇസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ ഇസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വാൻ ഇസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിന്റെ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ഏരിയ. ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ഓരോ നെറ്റ്വർക്കിനും എത്രത്തോളം ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്നതിന്റെ ബേസിസിലാണ് ഈ 4 ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൽ പാനിലാവുമ്പോൾ വളരെ കുറച്ച് ഏരിയാസ് ആണ് കവർ ചെയ്യാൻ പറ്റുക. ലാൻഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യാൻ പറ്റും. മാൻ കുറച്ചുകൂടെ വൈഡ് ആയിട്ട് കിട്ടും, വാൻ അതിലും വൈഡ് ആയിട്ട് കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒന്നും കൂടെ പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 2ഓ അതിലധികമോ കമ്പ്യൂട്ടേഴ്സോ മറ്റ് ഡിവൈസുകളോ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ്. അതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടപ്പിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് മാത്രമല്ല ഉണ്ടാവുക കേട്ടോ. അതിൽ മറ്റ് നമ്മുടെ പ്രിന്റേഴ്സ്, അതേപോലെ വേറെ ഏതെങ്കിലും സെർവേഴ്സ്, അങ്ങനെയുള്ള ഓരോ ഡിവൈസുകളും കണക്ട് ചെയ്തതും നമുക്ക് ഒരു നെറ്റ്വർക്ക് ആയിട്ട് കണക്കാക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് അടുത്ത സെഷനിൽ ബാക്കി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ ടൈപ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്സസ് ടൈം റിലേറ്റഡ് ആയിട്ട്. നിങ്ങൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏരിയാസ് കംപ്ലീറ്റ് നോക്കിയിട്ട് വരാം. അടുത്ത സെഷനിൽ നമുക്ക് ആ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെഷൻ മോസ്റ്റ്ലി നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, സോ എല്ലാവരും പഠിച്ചു വരാം. നന്നായിട്ട് നോക്കി വന്നിട്ട് നമുക്ക് ഡൗട്ട്സ് എല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.